കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് BTSന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലും മെമ്പേഴ്സിന്റെ ഇൻസ്റ്റഗ്രാം ബയോയിലും ലാംറോൺ എന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് പുതിയ MV വരുന്നുണ്ടെന്ന് മനസ്സിലായി. അത് നോർമൽ ആണെന്ന് ലാംറോൺ തിരിച്ചിട്ട് നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തു. നമ്മൾ ഭയങ്കരമായ ആളുകൾ. പിന്നെ നമ്മൾ കാണുന്നത് US ന്യൂസ് പേപ്പറിൽ വന്ന ഒരു പരസ്യമാണ്. ജൂലൈ 14 അമേരിക്കയിലെ ഒരു പ്രമുഖ പത്രമായിട്ടുള്ള സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കലിലാണ് ഈ ഒരു ഫുൾ പേജ് ആഡ് വന്നിട്ടുള്ളത്. ബിഗിറ്റ് നോർമലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഒരു ഒഫീഷ്യൽ അഡ്വർടൈസ്മെന്റ് ആണത്. സാധാരണ മഞ്ഞപത്രത്തിലൊക്കെ വരുന്ന ഒരു റൂമർ പോലെയാണ് ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നത്. ഇനി ശരിക്കും പത്രക്കാരെ ട്രോളി തന്നെ ആവുമോ? ഇതിന്റെ ഏറ്റവും താഴെയായി മോർ ഇൻഫർമേഷൻ വിൽ ബി റിവീൽഡ് ഓൺ ജൂലൈ 17 എന്നുണ്ടായിരുന്നു. ആ പത്രത്തിലെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ രാത്രിയിലെ ദുരൂഹമായി ഒത്തുചേരലിനിടെ BTS മെമ്പേഴ്സിനെ ബാത്റൂമിൽ കണ്ടെത്തി ഷോക്കിംഗ് ഫോട്ടോ റിവീൽഡ് എന്നാണ് ഹെഡിങ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഒത്തുചേരലിനെ കുറിച്ച് പൂർണ്ണമായ സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി നോർമൽ ആണോ എന്ന് ചിലർക്ക് സംശയമുണ്ട്. ഈ ഒരു ഫോട്ടോ പെട്ടെന്ന് തന്നെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണെന്നും കൂടുതൽ പ്രതികരണങ്ങളൊന്നും ഇപ്പോൾ പറയാൻ പറ്റൂല, ജൂലൈ 17 വെളിപ്പെടുത്താം എന്നുമാണ് ആ പത്രത്തിലുണ്ടായിരുന്നത്. ഇത് വെച്ചതാ 100% ട്രോൾ ചെയ്താ. ശരിക്കും നോർമൽ സോങ്ങിലും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിലെ ഓരോ വരികളും അവരുടെ യഥാർത്ഥ ജീവിതത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവരുടെ ജീവിതം വലിയ പ്രശസ്തിയും സന്തോഷവും നിറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ കാണുന്നതൊക്കെ താൽക്കാലിക സന്തോഷം നൽകുന്ന ഒന്നാണെന്നും അവരുടെ ലൈഫ് അവർ സ്വയം തെരഞ്ഞെടുത്തതാണെങ്കിലും അതിന്റെ പ്രഷർ വളരെ വലുതാണെന്നൊക്കെ ഈ സോങ്ങിൽ പറയുന്നുണ്ട്. മാത്രല്ല ഒരുപാട് ഗോസിപ്പുകളും കുറ്റപ്പെടുത്തലുകളും എല്ലാം നിറഞ്ഞതാണ് അവരുടെ ലൈഫ്. സത്യത്തിൽ എന്താണ് നിങ്ങൾ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും ഞങ്ങളും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യരാണ് എന്നും പറയുന്നുണ്ട്. പുറമെ കാണുന്ന സന്തോഷങ്ങൾക്കിടയിലും തങ്ങൾ അനുഭവിക്കുന്ന വേദനകളും സമ്മർദ്ദങ്ങളും മനസ്സമാധാനമില്ലായ്മയും ഒക്കെ ഞങ്ങൾക്കിപ്പോ ഒരു നോർമലായൊരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു എന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ ഈ പാട്ടിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിന് ഇതിനേക്കാളും മികച്ചൊരു പ്രൊമോഷൻ സ്വപ്നങ്ങളെ മാത്രം അല്ലേ? അപ്പൊ പിന്നെ ജൂലൈ 17 വരെ കാത്തു നിൽക്കാം. ഇതിന്റെ ഒരു ടീസർ കുറച്ചു മുമ്പ് റിലീസായി. ഇനി MV 2 സ്റ്റേജ് ആയിട്ടാണ് റിലീസ് ആവുന്നത്. അതായത് ജൂലൈ 17 വെള്ളിയാഴ്ച സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവായി MV റിലീസ് ചെയ്യും. പ്രീമിയം ഉള്ളവർക്കും ചില സെലക്റ്റഡ് കൺട്രീസിലുള്ളവർക്കും കാണാൻ പറ്റും. ഇനി ജൂലൈ 19 യൂട്യൂബ് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും വേൾഡ് വൈഡ് റിലീസാവും. അപ്പോൾ ആമീസ്, ഇനി നമുക്ക് MV വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.